ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. കോ-പവർഡ് ബൈ ഏസ് മണി. നിങ്ങളുടെ ടാസ്ക് ഇല്ലത്തിനകത്ത് പ്രവേശിച്ച് പകിട കളിക്ക് ആവശ്യമായ കട്ടയും കരുക്കളും എടുത്ത് കളത്തിൽ നിരത്തും. ഇത്തവണ കുറച്ചൊക്കെ ധൈര്യം സംഭരിച്ചാണ് മേഘ മനക്കകത്ത് കയറിയത്. പക്ഷെ ദിക്കറിയാതെ മനയിൽ എവിടെയോ നിൽക്കുകയാണ് മേഘ. എന്റെ നാട്ടിൽ തന്നെയായിരുന്നു. മേഘ ലാസ്റ്റ് ടൈമിലും ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പേടിച്ച് മുന്നോട്ട് ഒട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പൊ നോക്കൂ എന്തോരം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് വഴി കാണുന്നില്ല, ഒരു വഴി കാട്ടിത്തരൂ. നിങ്ങൾ എന്നെ പറ്റിച്ച് രണ്ടുപേരും കൊണ്ടുവന്നു വരുമെന്ന് പറഞ്ഞിട്ട് ആ ധൈര്യത്തിലൊക്കെ ശരി. ഫ്രിഡ്ജൊക്കെ കൊണ്ടുവച്ചേക്കത് മറ്റേ സിനിമ പോലെ ഫ്രിഡ്ജ് എങ്ങനെ പൊട്ടിത്തെറിക്കും. റിനീഷ എവിടെയാണോ? പൊതുവെ ധൈര്യശാലിയായ റനീഷയ്ക്ക് ഇത്തവണയും ആ ധൈര്യം കൂട്ടായി ഉണ്ടാവും. അതെ എന്റെ പാർട്ട്ണറോട് മേഘ ചേച്ചി എവിടെ? ഇത് ടീം അല്ലേ? എന്നിട്ട് വണ്ടിയിലും ഉണ്ടായിരുന്നില്ല. ഓരോ വാതിൽ ഞാൻ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഓപ്പൺ ആവുന്നില്ല. വാതില് തുറക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ ദയനീയമായ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക.
മാസ്റ്റർ, ഇത് ഭയങ്കര ടൂ മച്ചാണ് കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കണേ. ഹലോ മാസ്റ്റർ. പോയല്ലേ മാസ്റ്റർ? കാണില്ലല്ലോ ഒന്ന. മാസ്റ്റർ, മാസ്റ്റർ എന്തെങ്കിലും ഒന്ന് പറ മാസ്റ്റർ. ഞാൻ വെന്ത് പപ്പടാവും. കണ്ണ് കാണണ്ടേ? പകിടിയും തരികിടയും ഒക്കെ എടുക്കണമെങ്കിൽ വഴി എങ്ങനെ പറഞ്ഞു തരുമോ? ഹലോ, ആണെങ്കിൽ തുറക്കാനും പറ്റണില്ല. ചങ്കിടിച്ചോണ്ടിരിക്കവിടെ. മേഘ ചേച്ചി, റിനീഷ. എനിക്ക് കേട്ടു, ഞാൻ ചേച്ചിയുടെ ശബ്ദം കേട്ടു. കിട്ടിയോ? എനിക്ക് ഒരു കുന്തവും കിട്ടിയില്ല. എനിക്ക് അതിലും കുന്തം കിട്ടിയില്ല. ഇവിടെ ഇട്ട് പേടിപ്പിച്ചോണ്ടിരിക്കുക. എന്ത് കിട്ടിയെന്ന്? എന്റെ 4 ഡോറും തുറക്കുന്നില്ല. ലോക്കായിരിക്കണോ? ആ. എന്നാ ഒരു മിനിറ്റ്, ഞാൻ എന്റെ തപ്പി എടുക്കട്ടെ, എന്നിട്ട് ഞാൻ വന്ന് രക്ഷിക്കാം. ഒന്ന് വാ, എന്റെ 4 ഡോറും അടഞ്ഞിരിക്കുക. എവിടെന്നെങ്കിലും പേടിക്കട്ടെ. ഒരു മിനിറ്റ്, എന്റെ ഏതെങ്കിലും ഒന്ന് കിട്ടിക്കോട്ടെ. ഞാനൊരു 4 കെട്ടിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഞാനും ഒരു 4 കെട്ടില്ല. ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം. ഒരു മിനിറ്റ്, ഇവിടെ എവിടെങ്കിലൊക്കെ പണ്ടാര തരികട. നീ ഫ്രണ്ടിലോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. വന്നിട്ട് ഡോർ തുറക്കിത് അടഞ്ഞു കിടക്കുക. ചേച്ചി, എന്റെ ചെവിയിലേ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഒരു മിനിറ്റ്, ഇവിടെ എവിടെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. നിന്റെ ലെഫ്റ്റ് വാ, ലെഫ്റ്റ് ലെഫ്റ്റ്. എനിക്ക് മനസ്സിലായി, ശബ്ദം കേൾക്കുന്ന ഡയറക്ഷനിലോട്ട് ഞാൻ വരാം. ഒരു മിനിറ്റ്. ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണെങ്കിലും കിട്ടും. എനിക്ക് ഒരെണ്ണെങ്കിലും കിട്ടട്ടെ. കുതിരയാ? ടെൻഷൻ. ഒരു മിനിറ്റ്, ഞാൻ വരാം. അതൊന്നും കേട്ട് ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട. ഒരു മിനിറ്റ്, ഞാൻ പേടിച്ചല്ലോ. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ പേടിച്ചതല്ല. ഒരു കാര്യം ചെയ്യാ, 2 പേർക്ക് ഒരുമിച്ച് മൂവ് ചെയ്താലോ? പേടിയുണ്ടല്ല, ചെറുതായിട്ടൊരു ധൈര്യം കിട്ടിയല്ലോ. സമാധാനം. കിട്ടണേന്ന് പ്രാർത്ഥിക്കുക. എനിക്കിപ്പോ വല്ലാത്തൊരു ധൈര്യം തോന്നുന്നു. ഫ്രിഡ്ജിനകത്തെല്ലാം കാണോ? ഫ്രിഡ്ജിനകത്ത് മറ്റേ സിനിമയിലെ പോലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുക. അതാ ഞാൻ പറഞ്ഞത്, മറ്റേ പടം പോലെ ആവും. പൃഥ്വിരാജിന്റെ പടം നോക്കാം. വാ. എനിക്ക് പേടിയാ. എന്തോ വെച്ചിട്ടുണ്ട്. തലയോട്ടിയാണോ? അല്ല, അത് വേറെ. അത് വേണ്ട, അതല്ല. ഇതിനകത്ത് പക്ഷെ താളിയോല അല്ല. കരുക്കള് പോയിട്ടുണ്ട്. കരുക്കള് പോയിട്ടൊരു കുഴിക്കളും ഇല്ല. ആ സാധനം എന്താ? അയ്യോ, അതെന്താ? അത് അതിന്റെ ചേച്ചിയുടെ ആവുന്നുണ്ട്. ഇല്ല, ഇല്ല, ഇതിന്റെ അകത്തില്ല. വാ വാ വാ. തന്നെ അടഞ്ഞോ? അടച്ചേര, അതിനകത്തില്ല.
ഇതിന്റെ താഴേക്ക് നോക്ക്. അവരെവിടെ? അതൊക്കെ ചിലപ്പോ കുഞ്ഞു. ഇവിടെ നോക്കി നോക്കാം. അവിടെ അവിടെ അതിന്റെ ജന്മം ചെയ്ത മേഘം നോക്കില്ല. അവളോട് പറയാം അവിടെ ഉണ്ട്, അവിടെ നോക്കാം. ആ ജനൽ ഡെവിറ്റാക്കോ അവിടെ വെക്കുന്നേ? ഇവിടെ 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 എന്ത് നല്ല വെട്ടമുണ്ട്. ഇത് ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞു നടക്കണമെന്നേ. എന്റെ നടല് കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു. ഇതെവിടെ കിട്ടി കത്രിക? കത്രിക ഒന്നല്ല, എന്തോ ഒരു സാധനം. ഒരു ജനൽ പറഞ്ഞപ്പോ കിട്ടി. ഒരു ധൈര്യമായി എന്നറിയോ ഒരാളെ കിട്ടിയപ്പോ? സത്യം. ഇത്രയും വലുതാണോ? ഒന്ന് ആ സാധനം ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? കൃഷ്ണന്റെ ഇത് ഒരെണ്ണോട്ടാ. ഇതാണ്. ഇതായിരിക്കും നമ്മുടെ. അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു കണ്ടുപിടിച്ചിരുന്നു, അല്ലെങ്കിൽ റെനീഷയുടെ അടുത്ത് പറയും. നമുക്ക് നോക്കാം. ഇനിയിപ്പോ വേറെ ഇല്ലെങ്കിൽ പിന്നെ ഈ വലുതിനെയാണ് കാണിച്ചെങ്കിലോ? 4 കരുക്കളാ വേണ്ടത്. 4 അതാണ്. ഒരു കരുവായില്ലേ? കരുവാണെങ്കിൽ പകിട കളിക്കാൻ വേണ്ടിയാ. പകിടക്കകത്ത് ഇത്ര വലിയ സാധനം വലിയ പകിടയുടെ ആണെങ്കിലോ? ഇവിടെ വരെ മേഘ ആക്ച്വലി ഗെയിം ഡിസൈനറാണ്, ഒരു പ്ലാനറാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ആള് വേണം. നോക്കിയേ, നല്ല ധൈര്യമുള്ള ആള്. എനിക്കൊട്ടും ധൈര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് കുറച്ച് ധൈര്യം വന്നു തോന്നുന്നു. മേശക്കുണ്ട്, തുറന്നു. അല്ല ഇതില്ല. കമ്പിത്തിരിയുടെ മണം അല്ലേ? ഇതൊക്കെ തന്നെ. 4 എടുത്താ മതി, കൂടുതൽ എടുക്കണ്ട. പക്ഷെ ഇതുള്ളത് നോക്കിയെടുക്കും. അതില്ല, അതുണ്ട്. ഇതാ ഓക്കെ. ബാക്കിയുള്ള ഇല്ലാത്ത മാറ്റും. ഇതുണ്ട്. എടുക്ക്. ഇതിലേതാ കളർ നോക്ക്. അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് എല്ലാം എടുത്ത് പുറത്ത് വെക്കാം. എന്നിട്ട് ബെറ്റർ ഏതാന്ന് വെച്ചാൽ അത് നോക്കി എടുക്കാം. വെറുതെ. ശരി, ഓക്കെ. ഇപ്പൊ ഇത്തിരി സമാധാനമായില്ലേ ഒരെണ്ണെങ്കിലും കിട്ടിയപ്പോ? ഓക്കെ, ഇതൊക്കെ വെക്കേ. പകിടയില്ലാതെ കരുക്കൾ മാത്രം കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അത് തപ്പിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വന്ന വഴിക്ക് എവിടെയോ പകിട മറന്നു വെച്ച് കാണും. ചേച്ചി ഒരു മിനിറ്റ്, ഈ റൂം കംപ്ലീറ്റ്ലി നോക്കിയിട്ട് പോവാം. 2 മണിയാണ്ട. പക്ഷെ ഈ റൂമിലില്ല. നമ്മൾ വന്ന വഴിയാണെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ, പൈപ്പിന്റെ അവിടെ ആയിരിക്കും, ആ ജനലിന്റെ അവിടെ. ഉറപ്പാണ്. ഈ വന്ന വഴി ഉദ്ദേശിക്കുമ്പോ ഇതൊക്കെ ആ വെള്ളം കുടിക്കുന്നിടത്താണ്. വെള്ളം കുടിക്കുന്നിടത്ത് ഷുവറാ. താഴേക്ക് നോക്ക് ചേച്ചി. ഞാൻ താഴെ നോക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കാണും. റനീഷ, ആ വീടുകളിൽ ഫ്രിഡ്ജ് ഒരിക്കലും വെറുതെ ആവില്ല. ഫ്രിഡ്ജൊക്കെ നോക്കി. അപ്പൊ അവിടെ ആയിരിക്കും. പൊക്കോ. ഫ്രിഡ്ജൊക്കെ നോക്കിയില്ലേ? ഫ്രിഡ്ജ് നോക്കി, പക്ഷെ വെള്ളം കുടിക്കാൻ പറഞ്ഞില്ലേ? മേ ബി അവിടെ എവിടെയോ ആണ്. ഷുവറാണ്. നോക്കാം. അതൊരു ഹിന്റ് ആണല്ലേ? വാ. ഈ 4 കെട്ടിന്റെ ഉള്ളിനകത്ത് ഇത് തുറന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോഴേ? ഇതുവഴിയാ ഞാൻ വന്നത്. ആര് പറഞ്ഞു? അതെ, ഇതിനകത്തില്ല എന്നുള്ള ഉറപ്പാ? അതില്ല. ചേച്ചി ആ ഫ്രിഡ്ജിൽ നോക്ക്. ഫ്രിഡ്ജിന്ന് താഴെ പോയായിരുന്നു എന്തേലും? ഫ്രിഡ്ജിന്റെ താഴെയാ. കിട്ടി. കിട്ടിയോ? യെസ് മാസ്റ്റർ, കിട്ടി കേട്ടോ. നിക്കട്ടാ, നോക്കട്ടെ. അതെ 6 അത് തന്നെ. അല്ല, ഇനി കള എവിടെ പോയി കണ്ടുപിടിക്കും നമ്മള്? എവിടെയെങ്കിലും ചോക്കൊണ്ട് കളം വരച്ചിട്ടുണ്ടോ നോക്ക്. അതോ നമ്മളോട് വരയ്ക്കാനാണോ പറഞ്ഞേ? കളത്തിലാണ് കളികൾ. കളത്തിലാണ് കളികൾ. കള എവിടെ? കളം ഒത്തിരി സ്പേസ് ഉള്ള സ്ഥലത്തേ വരയ്ക്കുള്ളൂ. ആ റൂമിലോട്ട് ഇറങ്ങി നോക്കിയേ. അങ്ങനെയൊന്നുമില്ല. ചെറിയ അങ്ങനെ ഉണ്ട്. പ്ലേ റൂം പോലത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പണ്ടുള്ളവരുടെ എന്റർടൈൻമെന്റ് ഇതൊക്കെ അല്ല. പൊടിയുണ്ട്. അപ്പൊ പൊടിയിൽ നമ്മൾ വരയ്ക്കണോ? നമ്മൾ കളം വരയ്ക്കാനാണോ മാസ്റ്റർ പറഞ്ഞത്? മാസ്റ്റർ, നമ്മളാണോ കളം വരയ്ക്കണ്ടേ? ഈ പൊടി ഉപയോഗിച്ച് നമുക്കൊരു കളം വരച്ചിട്ടേക്കാം. അഥവാ ഇനി ആണെങ്കിൽ കളം വരയ്ക്കാൻ അറിയോ? ലൂഡോ കളിക്കണ പോലെ അല്ല. ലൂഡോന്റെ എന്തോ സംഭവം അങ്ങനത്തെയാണ്. മേഘ ആൻഡ് റനീഷ, 1ാം നിലയിലാണ് കളം.
പടവ് കയറുമ്പോൾ സൂക്ഷിക്കുക. അവിടെ കയറി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കും പറയുന്നു. ബി കെയർഫുൾ. ഓൾറെഡി ഇപ്പൊ ഒരു കയ്യേ പോയിട്ടുള്ളൂ, കാലും കൂടെ കളയരുത്. പോട്ടെ പോട്ടെ, മുമ്പോട്ട്. എവിടെ കണ്ടേ? നേരെ ഇവിടെയല്ലേ കണ്ടേ? അല്ലല്ലല്ല, സ്റ്റെപ്പല്ലേ? ആ മുമ്പോട്ട് ഉറപ്പാ? നേരെ. ആ ശരിയാണ്. ഈ കയ്യത്ത് ഇത് കളയാൻ എന്താ വഴി? ഏകദേശം ഈ കളറിലെ പാന്റ് തുടക്കണം. വാ, കളറല്ലേ? അല്ലല്ലേ? അല്ലല്ല, ഇതാണ് സ്റ്റെപ്പ്. ചവിട്ടി കയറിക്കോ. പക്ഷെ ഇതാ കയറ് വെച്ചിട്ടുണ്ട്, അപ്പൊ ഏതോ ഒന്ന് ഡാമേജ് ആണ്. പിടിച്ചിട്ട് കേറിയാ മതി. വാ വാ വാ, കയറിക്കോ, നീ കയറിക്കോ, ഞാൻ പുറകെ കയറാം. അല്ല നീ അതല്ല, എന്റെ ഏതാണെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇനി ഈ ആയുധത്തിന് വേണ്ട ആവശ്യമില്ലല്ലോ. അത് വെച്ചോ. എന്നിട്ട് വാ, കയറ് പിടിക്കും. സ്റ്റെപ്പ് വിശ്വസിക്കല്ലേ. എന്താണ് ഏതായാലും ടെസ്റ്റ് അടിച്ചു. റെനീഷിന് വിട്ട് ടെസ്റ്റ് അടിച്ച് സംഭവം എല്ലാം ഓക്കെ ആക്കി ആള് കയറി. കേൾക്കും. എന്തെങ്കിലും പറ്റി രണ്ടുപേർക്കും പറ്റിക്കുള്ളൂ. സ്ഥലത്ത് നോക്കും. ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. പക്ഷെ ഇതല്ലല്ലോ നമ്മൾ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞ. ഓക്കെ, അപ്പൊ അതൊന്ന് മാറ്റി വെച്ചേക്കാം. നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം വെച്ചാൽ മതി. വെച്ചാ അത് നടുക്കല്ല, നടുക്കുള്ളത് എന്റെ സാധനം വെക്കണ്ട. അല്ലല്ല, അതെ, അല്ല ഞാൻ നോക്കിയതാ. അത് നടുക്ക് ഇടേണ്ടത്, നടുക്ക് ഈ കള്ളിയുള്ള ഭാഗത്താണ് ഈ 4 എണ്ണം എവിടെയെങ്കിലും വെക്കേണ്ടത്. ഇത് നോക്ക്, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം കളർ ആയിട്ടുള്ളത് എടുക്കാം. ഇത് 2 എണ്ണം ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, പച്ച. പക്ഷെ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല, നമ്മൾ തപ്പി എടുക്കാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ 4 എണ്ണം വെച്ചാൽ മതി. 4 എണ്ണം ഒരേ കളറിലുള്ള. ഇല്ല, ഒരേ കളർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നു പല കളർ ആവാം. പറഞ്ഞോ? ആ ഓക്കെ, ഒന്നവിടെ വയ്ക്കാം. ഇത് സംഭവം ലൂഡോ തന്നെ കേട്ടോ. ഇങ്ങനെ വയ്ക്കാം. പക്ഷെ ഇത് നടുക്കാണ് വെക്കുന്നേ, ഈ സാധനം. ആ സാധനമല്ല, ഈ സാധനമാണ് നടുക്കിടുന്നത്. ഇങ്ങനെയാ കളിക്കുന്ന പകിട. അതന്നെ, അതാ ഇട്ട് കളിക്കുന്നേ. പകിട അങ്ങനെയല്ല ഇടുന്നത്. അങ്ങനെ ഇടുന്ന. അപ്പൊ ഇത് നടുക്കാണ്. കിട്ടി. നീ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ സൂക്ഷിച്ചോട്ടാ. ഇതേ തൊട്ടടുത്ത് തന്നെ സ്റ്റെപ്പ് ഉണ്ട്. ഈ അപ്പോഴും ഈ സംഭവം തന്നെ ഇറങ്ങിയിട്ട് വാ, കയറ്. ഹാവ്, എന്തൊരു സമാധാനം. ചേച്ചി ഇത് ഞാൻ വന്ന വഴി പോവാം. ഷോർട്ട് കട്ട് ആണോ? പെട്ടെന്ന് എത്തുമോ? എന്റെ ഈ കൈയെ പിടിച്ചു, ഈ കൈ വേദന എടുക്കണം. ഇതിലൂടെ പുറത്തു പോകാൻ പറ്റുമോ? ഇച്ചിരി വെള്ളം വേണം ആദ്യം. ചേച്ചി ഞാൻ പോവാണ്. മേഘ ചേച്ചി എന്റെ ഈ കൈയെ പിടിക്കുക. സ്റ്റെപ്പാണോ? മേഘ ചേച്ചി നോക്കിയോ?